നമസ്കാരം, എൻ്റെ പേര് രാജേഷ് തങ്കച്ചൻ. ഞാനൊരു ചിത്രകാരനാണ്. ചിത്രകല ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാകില്ല. ഇന്ന് നമ്മൾ ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് എങ്ങനെയാണ് ചിത്രരചനയിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക, ഒരു ആത്മധൈര്യം ഉണ്ടാക്കിയെടുക്കുക, വളരെ കോൺഫിഡൻസോട് കൂടി നമുക്ക് ചിത്രം എങ്ങനെ വരച്ചെടുക്കാം, വളരെ കൃത്യമായ കുറച്ച് സമയത്തിനുള്ളിൽ എങ്ങനെ നമുക്കൊരു ചിത്രം പൂർത്തിയാക്കിയെടുക്കാം എന്നൊക്കെയുള്ള ചിത്രകലയിൽ കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ആൾക്കാരും ചിത്രരചന ഇഷ്ടപ്പെടുന്നവരും ചിത്രരചന പഠിക്കുന്നവരും പഠിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അവർ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു കയ്യിൽ പെൻസിലും മറുകൈയിൽ ഇറേസറുമായിട്ടാണ് വരയ്ക്കാൻ തുടങ്ങുന്നത്. അല്ലേ? എല്ലാവരും, നമ്മുടെ കൂട്ടത്തിലുള്ള ഒട്ടുമിക്ക എല്ലാവരും ചിത്രരചന പഠിക്കുന്നതോ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്നതോ പരിശീലിക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യമാണ്, ഒരു കയ്യിൽ എപ്പോഴും പെൻസിലുണ്ടാകും, മറുകൈയിൽ എന്താവും, ഇറേസറും ഉണ്ടാകും. അപ്പോൾ ഈ ശീലമാണ് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇറേസറുമായിട്ട് വരയ്ക്കാൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിത്രരചന നടത്താൻ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ പറയുകയാണ്, തെറ്റ് ഉണ്ടാകും, അല്ലേ? തെറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ തെറ്റും എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ വരയ്ക്കുമ്പോൾ തെറ്റും, അല്ലേ? തെറ്റുവാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റബ്ബർ കയ്യിൽ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇറേസർ കയ്യിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി എല്ലാവരും കോൺഫിഡൻസ് ഇല്ലാതെയാണ് വരയ്ക്കാൻ പോകുന്നത്. അതായത്, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാൻ ഞാൻ ഇതിന് മുൻപ് ഇത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് തെറ്റ് പറ്റും. അപ്പോൾ തെറ്റ് പറ്റുന്നതുകൊണ്ട് എന്ത് ചെയ്യണം, എനിക്ക് മായ്ച്ച് കളഞ്ഞ് പിന്നെയും വരയ്ക്കണം. അപ്പോൾ അവിടെയാണ് നമ്മൾ കാണിക്കുന്ന ആദ്യത്തെ തെറ്റ്. അപ്പോൾ എന്താണ് അവിടെ നമ്മൾ കാണിക്കുന്ന തെറ്റെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഏത് ഭാഗത്താണ് കൃത്യമായിട്ട് കൂടുതൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ സമയം നൽകേണ്ടത്, ഏത് ഭാഗത്താണ് കുറച്ച് സമയം നൽകേണ്ടത് എന്നിവയെ പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് ഇല്ലാതെ പോകും. ഉദാഹരണം, ഇപ്പം നമ്മളൊരു ചിത്രം വരയ്ക്കാനിരിക്കുന്നു. ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ലൈഫ് മോഡലിനെയോ വച്ചിട്ട് നമ്മൾ അത് നോക്കി വരയ്ക്കുമ്പോൾ ഏതോ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ വരച്ച് വന്നു, ഏതോ ഒരു ഭാഗത്തെത്തിയപ്പോൾ ആ ആകാരം അല്ലെങ്കിൽ ആ രൂപം കിട്ടിയില്ല, ആ രൂപത്തിന് വളവോ ചരിവോ ഒന്ന് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. പെട്ടെന്ന് നോക്കുമ്പോൾ അത് വളഞ്ഞിരിക്കും, നമ്മൾ ഉദ്ദേശിച്ച വരയല്ല അവിടെ വന്നിട്ടുള്ളത്, അല്ല ആ രൂപം ഇവിടെ വന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉടനെ റബ്ബർ എടുക്കും, മായ്ക്കും, അല്ലേ? എന്നിട്ട് മായ്ച്ചതിന് ശേഷം പിന്നെയും അതിൻ്റെ മീതെ വരയ്ക്കും. അപ്പോൾ അവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്. എന്താണെന്നറിയോ, നമ്മൾ ഈ പറയുന്ന പിന്നെയും വരച്ച് അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നിടത്ത് മായ്ച്ചിട്ട് പിന്നെയും വരയ്ക്കുമ്പോൾ നമുക്ക് കയ്യിൽ ഒരൊറ്റ ഇമേജാണ് അവസാനം കിട്ടുക. ഈ കിട്ടുമ്പോൾ തന്നെ വരകളൊന്നും അവസാനം നമ്മൾ കരുതി ഇതെല്ലാം കൃത്യമാണ്, ഒരിക്കലും അത് കൃത്യമാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത് ശരിയായോ തെറ്റായോ നോക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ഇമേജേ ഉള്ളൂ. ഒറ്റ ഇമേജിലാണ് നമ്മുടെ പഠനം നടത്താൻ പോകുന്നത്. അതായത് ആ മോഡൽ, ആ ഒരു വസ്തുവിനെ നമ്മൾ പഠിച്ചു എന്ന് കാണിക്കുന്ന ഒറ്റ ഇമേജിലാണ്. നമുക്ക് ഒരിക്കലും അത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ റബ്ബറിനെ എടുത്തങ്ങ് കളയുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ റബ്ബറിനെ എടുത്ത് കളഞ്ഞു, അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഇതാണ്, നമുക്ക് തെറ്റും എന്ന് ഉറപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി ആ വസ്തുവിനെ പഠിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം തെറ്റുമെന്ന് തോന്നിയാൽ അത് തെറ്റാതെ തന്നെ കൃത്യമായിട്ട് പഠനം നടത്താൻ നമ്മൾ കൂടുതൽ ജാഗ്രതയോടിരിക്കാൻ നോക്കും. അഥവാ ഇപ്പം എന്തായാലും തുടക്കക്കാർക്ക് ഇതൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ഇപ്പം നേരെ വരയ്ക്കേണ്ട വര അല്പം വളഞ്ഞു പോകും, അല്ലേ? നേരെ വരയ്ക്കേണ്ട വര ചിലപ്പോൾ തിരിഞ്ഞു പോവും, ഒരല്പം വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോവും. അപ്പോൾ എന്താ ചെയ്യുക, തെറ്റിയത് അല്ലെങ്കിൽ വളഞ്ഞത് വളയട്ടെ, മറ്റൊരു വശത്തേക്ക് പോയത് അങ്ങനെ തന്നെ പോട്ടെ. ചെയ്യേണ്ടത്, നിങ്ങൾ വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആളെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ ഒരു മൃഗത്തെയോ ഒരു പ്രകൃതിയെയോ നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വരച്ച് തുടങ്ങിയതിനെ കൃത്യമായി ഫിനിഷ് ചെയ്യുക, കൃത്യമായിട്ട് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക.
ഒരു പേപ്പർ നമ്മൾ വരയ്ക്കുന്ന ആ പേപ്പറിൽ മുഴുവനായിട്ട് അത് എവിടെ നിന്ന് തുടങ്ങി അവസാനിപ്പിച്ച് കൃത്യമായിട്ട് പൂർത്തിയാക്കുക. അപ്പോൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇമേജ് കിട്ടി അല്ലേ, പൂർത്തിയായ ഒരു ഇമേജ് കിട്ടി. ഇനി നോക്കണം, ഇനി നോക്കി നമ്മൾ നോക്കണം എവിടെയൊക്കെ വളഞ്ഞു, എവിടെയൊക്കെ ശരിയായില്ല, ഏത് ഭാഗങ്ങളിലൊക്കെ ശരിയാകാതുണ്ട്, ഏത് ഭാഗങ്ങൾ രൂപത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ഏത് ഭാഗങ്ങൾ വലിപ്പത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ഏത് ഭാഗങ്ങൾ വസ്തു ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവസാനം വേണം നോക്കാൻ. അല്ലെങ്കിൽ കൃത്യമായിട്ട് നോക്കി വരുന്നതിനകത്ത് നമ്മൾ നോക്കിക്കൊണ്ട് വരിക തന്നെ വേണം, നിരീക്ഷിച്ച് തന്നെ വരണം, കൃത്യമായിട്ട് നിരീക്ഷിക്കണം. അത് അല്പം വളഞ്ഞെങ്കിൽ വളഞ്ഞ് തന്നെ പോട്ടെ, നമ്മളത് മായ്ക്കാൻ നിൽക്കരുത്. അത് എങ്ങനെ വരയ്ക്കുന്നു അങ്ങനെ തന്നെ പോകും. അത് അവിടെ സംഭവിച്ചു കഴിഞ്ഞു, ആ വര അവിടെ സംഭവിച്ചു, സംഭവിക്കേണ്ട വര അവിടെ സംഭവിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന വര ഒരു വരയാണെങ്കിൽ അത് ഒരു വര തന്നെയാണ്, ആ വര അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമുക്കത് ഇല്ലാണ്ടാക്കേണ്ട കാര്യമില്ല. ആ സംഭവിച്ച വര അവിടെ നിലനിൽക്കേണ്ട വരയാണ്. കാരണം നമുക്കത് എന്നും കാണണം. ആ വര നമ്മൾ വരച്ച വരയാണ്, അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു എന്നും നമുക്കറിയണം വേണ്ടേ. ഇപ്പോൾ ഒരു വര നമ്മൾ ഇട്ടു, അത് വളഞ്ഞു പോയി. അപ്പോൾ അടുത്ത വര ഇടുമ്പം അത് വളയാതെ എങ്ങനെ വരയ്ക്കണം എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഈ വര ഇവിടെ സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്ത വര അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. അപ്പോൾ അത് അവിടെ ഉണ്ടാവണം, ആ വര അവിടെ ഉണ്ടായാലും നമുക്കത് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ നിരീക്ഷണ പാഠവം കൂടുതലാകത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ ആ വസ്തുവിൻ്റെ കൃത്യമായിട്ടുള്ള പ്രപ്പോർഷൻസ്, അളവുകൾ കൃത്യമായിട്ട് നമ്മൾ കണ്ണിലൂടെ കണ്ട് നമ്മുടെ തലച്ചോറിൽ ഉപയോഗിച്ച് ചിന്തിക്കുകയാണ്. അവിടെയാണ് നിരീക്ഷണം നടക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണിലൂടെ കണ്ട് അത് കാണുന്നതെല്ലാം അങ്ങ് വരയ്ക്കുകയല്ലേ ചെയ്യും. നമ്മളത് ഓരോ വസ്തുവിൻ്റെയും ഓരോ അളവുകളുടെയും താരതമ്യം ചെയ്യുന്നുണ്ട്. ആ താരതമ്യം ചെയ്യുമ്പോൾ ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ നിന്ന് എങ്ങനെ വിഭിന്നമായിരിക്കുന്നു, എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു, എന്താണ് ഓരോന്നിൻ്റെയും ഷേപ്പിലുള്ള വ്യത്യാസം, അളവുകളിലുള്ള വ്യത്യാസം എന്നൊക്കെ നമ്മൾ കണ്ണുകൊണ്ടാണ് അളക്കുന്നത് അല്ലേ. അപ്പോൾ കണ്ണുകൊണ്ട് അളക്കുന്നതിനെ കൂടുതൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെയും വരയ്ക്കുക അല്ലേ. അതായത് നമ്മൾ ഒരു മോഡലിനെ വരച്ചു കഴിഞ്ഞ് വരച്ച് പൂർത്തിയാക്കി നോക്കിയപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മൾ യഥാർത്ഥ മോഡലിൽ നിന്നും ഒരുപാട് മാറ്റമുണ്ട് നമ്മൾ വരച്ചത്. കാര്യം ഒരുപാട് ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, രൂപത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, വലിപ്പത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, അതിൻ്റെ അളവുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നേന്ന് പിന്നെയും വരയ്ക്കണം. നമ്മൾ കള്ളത്തരം കാണിക്കുമ്പോഴാണ് പ്രശ്നം പറ്റുന്നത്. കാരണം നമ്മൾ എന്തിനാണ് റബ്ബർ വെച്ചേക്കുന്നത്? നമ്മൾ ഒന്നേന്ന് വരയ്ക്കാൻ മടിയുള്ളത് കൊണ്ടാണ് നമ്മൾ റബ്ബർ കയ്യിൽ കരുതുന്നത് അല്ലേ. അതായത് എന്തായാലും തെറ്റി അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെയും ഒന്നേന്ന് നമ്മൾ വരയ്ക്കണം. അപ്പോൾ അത് മടിയുള്ളവർ മാത്രമേ അതായത് എപ്പോഴും പരിശ്രമിച്ചു മാത്രമേ ഒരു വിദ്യ നേടിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കല നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ, കലയിൽ മിടുക്കരാകണമെങ്കിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. പ്രത്യേകിച്ച് പരിശീലനം ചെയ്യുമ്പോൾ മടി കാണിക്കുക ഒരിക്കലും ചെയ്യരുത്. കാരണം ഈ പറയുന്ന നമ്മൾ ഒരു പ്രാവശ്യം വരച്ചു, അത് പൂർത്തിയായതിനു ശേഷം നമ്മൾ നോക്കിയപ്പോൾ കുറേ തെറ്റ് വന്നു. നമ്മൾ അടുത്ത പേപ്പർ എടുത്തു, പിന്നെയും വരച്ചു. അപ്പോൾ ആ തെറ്റിയ ഭാഗങ്ങൾ എവിടെയൊക്കെയാണോ അവിടെ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ച് വരച്ചു. അപ്പോൾ അതും ഫിനിഷ് ചെയ്തു, അതും എടുത്ത് നോക്കി. അപ്പം ഓക്കെ, ആ ചില ഭാഗങ്ങളൊക്കെ ഓക്കെ ആയി. എന്നിട്ടും ചിലയിടങ്ങളിൽ എന്ത് സംഭവിച്ചു? ചിലയിടങ്ങളിൽ പിന്നെയും പാകപ്പിഴ സംഭവിച്ചു. ഈ പറയുന്ന ആകാരത്തിലും വണ്ണത്തിലും വലിപ്പത്തിലും രൂപത്തിലും ഒക്കെ വ്യത്യാസം സംഭവിച്ചു. അപ്പോൾ നമ്മൾ അതും മാറ്റി വെച്ചു, അടുത്ത പേപ്പർ എടുത്തു, പിന്നെയും വരച്ചു. അവസാനം നമ്മുടെ ബോധത്തിന്, നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ നിരീക്ഷണത്തിൽ ഓൾമോസ്റ്റ് ഇത് കുഴപ്പമില്ല, ഏകദേശം ഒരു രൂപവും കൃത്യത വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന കാലം വരെ ഒരേ ചിത്രം നമ്മൾ വരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ 20, 30, ചിലപ്പോൾ 100 ഇമേജസ് വരച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന യഥാർത്ഥമായിട്ടുള്ള ഒരു രൂപരേഖ വരച്ചെടുക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു 100 ഇമേജസ് എടുക്കുമ്പോൾ ആദ്യം വരച്ച ഇമേജും അവസാനം വരച്ച ഇമേജ് നമ്മൾ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തുമാത്രം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എന്തുമാത്രം മുന്നേറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആ ഇമേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് തന്നെ നമുക്കൊരു ആത്മധൈര്യം തരും. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡ്രോയിങ് പഠിക്കുന്ന കാലയളവിൽ, നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന കാലയളവിൽ പരിശീലനം നടത്തുന്ന സമയത്ത് ഒരിക്കലും റബ്ബർ ഉപയോഗിക്കരുത്. ഓക്കെ, പരിശീലനം നടത്തുമ്പോൾ തെറ്റുകയാണെങ്കിൽ അത് പൂർത്തിയാക്കിയതിന് ശേഷം മാറ്റിവെക്കുക, പിന്നെയും ഒന്നേന്ന് തുടങ്ങുക, ആദ്യം മുതലേ പിന്നെയും വരച്ച് തുടങ്ങുക. അപ്പോൾ എപ്പോഴാണോ ഒരുവിധം തെറ്റുകളൊന്നുമില്ലാതെ
പൂർത്തിയായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ സമയം വരെ നിങ്ങളത് വരച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കോൺഫിഡൻസ്, ചിത്രരചനയിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് പേന ഉപയോഗിച്ച് വരയ്ക്കാം. പെൻസിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രണ്ട്ലി ആയതിനു ശേഷം പേന ഉപയോഗിച്ച് വരയ്ക്കാം. അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, സ്കെച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ പേന ഉപയോഗിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേ നിങ്ങളുടെ ഈ കോൺഫിഡൻസ് ലെവൽ വളർന്നു വരത്തുള്ളൂ. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഈ ചിത്രകല പഠിച്ചു തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തോ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിത്രകല പഠിക്കുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, അവർ ചിത്രം നോക്കിയാണ് കൂടുതൽ വരയ്ക്കുക, അല്ലെ? അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരച്ച ഒരു പെയിന്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. ഇത് നോക്കിയാണ് വരച്ച് ശീലിക്കുക. അപ്പോൾ ഒരിക്കലും പഠിക്കുമ്പോൾ ആ കാര്യം ചെയ്യരുത്. നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പരിശീലനത്തിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു ഇമേജ് നോക്കി പകർത്തി വരയ്ക്കരുത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ത്രിമാനമാണ്, 3 ഡയമെൻഷനിലാണ്. ഇപ്പോൾ എല്ലാവർക്കും 3D അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ എന്തൊക്കെയാണെന്ന് അറിയാമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നമ്മൾ അതിനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് 3 ഡയമെൻഷണൽ ഫോംസ്, എന്താണ് 2 ഡയമെൻഷണൽ ഫോംസും ഷേപ്സും, അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ നമുക്ക് ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇതിൽ ഈ പറയുന്ന പോലെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് എല്ലാം 3 ഡയമെൻഷനിലാണ്, ത്രിമാനമാണ്, അല്ലെ? അതിനകത്ത് വെളിച്ചവും നിഴലും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് പോലെ ഒരു ഇമേജിൽ കിട്ടില്ല. കാരണം ഒരു ഇമേജ് എന്ന് പറയുന്നത് യഥാർത്ഥ ലോകത്തിന്റെ വെറും പകർപ്പ് മാത്രമാണ്, അല്ലെ? നമ്മൾ കാണുന്ന പോലെ മറ്റാരോ കണ്ട് പകർത്തിയത്, ഒന്നുകിൽ ഒരു ക്യാമറ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ചിത്രകാരന്റെ കണ്ണായിരിക്കാം കണ്ട് പകർത്തിയതിനെ ആണ് നമ്മൾ പകർത്തി വരയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് പഠനം നടക്കില്ല. അവിടെ പകർത്തി വര മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം പഠനം, ഇപ്പം വർണ്ണങ്ങളുടെ, ഇപ്പം ചില പഴയ പെയിന്റേഴ്സിന്റെ പെയിന്റിംഗ് ഒക്കെ പഠിക്കുന്നു എന്ന് പറയുന്നത്, പെയിന്റിംഗ് ഒക്കെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ എങ്ങനെയാണ് നിറങ്ങൾ ഉപയോഗിച്ചിരുന്നത്, അവരെങ്ങനെയാണ് കോമ്പോസിഷൻ, അല്ല ഒരു കോമ്പോസിഷൻ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് വിഷയങ്ങളെ എങ്ങനെയാണ് കൃത്യമായിട്ട് അടുക്കി വെച്ചിരുന്നത്. കോമ്പോസിഷന് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ കോമ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ക്യാൻവാസിൽ എങ്ങനെയാണ് വിഷയങ്ങളെ അറേഞ്ച് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം നിറങ്ങൾ എങ്ങനെ കൊടുക്കുന്നു, എങ്ങനെയാണ് അവർ എങ്ങനെയാണ് അതിൽ ഷേപ്പിനെ ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് പെർസ്പെക്റ്റീവിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഇമേജ് റെഫർ ചെയ്യാം എന്നല്ലാണ്ട് ഒരിക്കലും കോപ്പി ചെയ്ത് പഠിക്കരുത്. പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഒരു ഇമേജും കോപ്പി ചെയ്ത് പഠിക്കരുത്. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 3 ഡയമെൻഷനായിട്ടുള്ള ത്രിമാനമായിട്ടുള്ള വസ്തുക്കളെ നോക്കി വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ത്രിമാനമായിട്ടുള്ള വസ്തുക്കളെ നോക്കി മാത്രമേ നിങ്ങൾ ചിത്രരചന പരിശീലിക്കുന്ന സമയത്ത് പഠിക്കാവൂ. ഒരിക്കലും ചിത്രങ്ങൾ നോക്കി ചെയ്യരുത്. അപ്പോൾ അതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ട അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവായിട്ട് ജീവനോടെ ഇരിക്കുന്ന മൃഗത്തെയോ മനുഷ്യരെയോ ഒക്കെ നോക്കുക. നമ്മുടെ പ്രകൃതി, നമ്മുടെ കണ്ണിൽ കാണുന്ന പ്രകൃതി നോക്കി വരയ്ക്കുക. ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്, ഇപ്പോൾ സ്കൾപ്ചർ, ശില്പങ്ങളുണ്ടെങ്കിൽ ശില്പങ്ങൾ എടുത്ത് വെച്ച് വരയ്ക്കുക. നിങ്ങളുടെ വീട്ടിൽ മേശ, അലമാര, അങ്ങനെയുള്ള വസ്തുക്കളുണ്ട്, ഒരുപാട് വസ്തുക്കളുണ്ട്. പാവയുണ്ടാവാം, പാത്രങ്ങളുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന, നിങ്ങൾക്ക് തൊടാൻ പറ്റുന്ന, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന വസ്തുക്കളെ വരച്ച് പഠിച്ച് ശീലിക്കുക. അപ്പോൾ അതിൽ വീഴുന്ന കൃത്യമായിട്ടുള്ള ചെറിയ വെളിച്ചം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്ര ഡീറ്റെയിൽ ആണ് നമ്മുടെ കണ്ണെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മൾ പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അറിയുമ്പോഴേ നമ്മുടെ കോൺഫിഡൻസ് വലുതാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചിത്രം നോക്കി വരയ്ക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന അറിവുകളും ഈ പറയുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒന്നും പറ്റില്ല. കാര്യം ഡയമെൻഷൻസിനെ കുറിച്ച് അറിയാനേ പറ്റില്ല. നമ്മൾ ഒരു ചിത്രം എപ്പോഴും ഫ്ലാറ്റാണ്, 2 ഡയമെൻഷനിലാണ്. അപ്പോൾ കൂടുതൽ ഉണ്ടാകും തോറും നമുക്ക് എന്ത് സംഭവിക്കും? കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കൂടുതൽ അറിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ചിത്രങ്ങൾ നോക്കി പരമാവധി നിങ്ങൾ ഒഴിവാക്കി തന്നെ പഠിക്കുക. കാരണം പരിശീലന സമയത്താണ് നിങ്ങൾ ഏറ്റവും കോറായിട്ടുള്ള
നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ആവുക. നിങ്ങളുടെ പ്രാക്ടീസിലൂടെ മാത്രമേ അത് ഡെവലപ്പ് ആവത്തുള്ളൂ. ആ പ്രാക്ടീസ് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകുന്ന കാലത്ത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന ചിത്രങ്ങൾ നോക്കി പകർത്തി വരയ്ക്കരുത്. ഈ പഠനകാലത്ത് ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ പഠിച്ച് ഒരുവിധം നിങ്ങൾക്ക് സ്കിൽഡായി നിങ്ങൾ ഏത് വസ്തുവിനെയും കൃത്യമായിട്ട് നിരീക്ഷിച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് റെപ്രസെൻ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന കാലത്ത് നിങ്ങൾക്ക് പകർത്തിയൊക്കെ വരയ്ക്കാം, ചിത്രങ്ങൾ നോക്കി വരയ്ക്കാം. പക്ഷെ അതിന് മുൻപൊരിക്കലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, ചിത്രകല പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഇമേജ് നോക്കി വരയ്ക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിറങ്ങളുടെ കോമ്പിനേഷൻ എങ്ങനെയാണ് നിറങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിറങ്ങളുടെ സമന്വയം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൽ ഷെയ്പ്പ്, ഈ പറയുന്ന പല ഷെയ്പ്പുകളുണ്ട്, പല രൂപങ്ങളുണ്ട്. ഈ രൂപങ്ങളെ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വസ്തുക്കളെ എങ്ങനെയാണ് അടുക്കിയിരിക്കുന്നത്, അല്ല അതിൽ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് താരതമ്യം ചെയ്യാനും മറ്റും ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ വെച്ച് നമുക്ക് താരതമ്യം ചെയ്യാം. പക്ഷെ അതിനല്ലാതെ പകർത്തി വരച്ച് ഒരിക്കലും നിങ്ങൾ പഠിക്കരുത്. അത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. അവസാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം, അതായത് നമ്മൾ ഏത് വസ്തു ഉപയോഗിച്ചാണോ നമ്മൾ കല അല്ലെങ്കിൽ വരയ്ക്കാനോ പെയിൻറ് ചെയ്യാനോ ഏത് വസ്തുവാണോ ഉപയോഗിക്കുന്നത്, ഏത് മീഡിയമാണോ ഉപയോഗിക്കുന്നത്. മീഡിയം എന്ന് പറയുമ്പോൾ ഒരുപാട് മീഡിയംസ് ഉണ്ട് അല്ലേ. ഒരുപാട് പ്രതലങ്ങളും ഒരുപാട് വസ്തുക്കളും ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒരു വസ്തു മാത്രം ഉപയോഗിച്ചല്ല. എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാലും ആ മെറ്റീരിയലിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇമ്പ്രസീവായിട്ടുള്ള കളർ ക്വാളിറ്റി കിട്ടുക, എങ്ങനെയാണ് ഈ കളർ ഇതിനകത്ത് വെക്കേണ്ടത്, എപ്പോഴാണ് ഇത് ഉണങ്ങുന്നത്, ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ കളർ എന്തായിരിക്കും. അപ്പം പല കളർ, ഇപ്പോൾ വാട്ടർ കളർ വെക്കുന്ന സമയത്ത് ഉള്ളതാവില്ല, ചിലപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ കിട്ടുക. അപ്പോൾ അതുപോലെ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ റിസൾട്ടും എങ്ങനെ ആയിരിക്കും, ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ധാരണ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റില്ല. നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാവും. നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമം എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കോൺഫിഡൻസോട് കൂടി ആ മാധ്യമത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അത് എല്ലാ മേഖലയിലും പോലെ ഈ കലാമേഖലയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയംസ്, അപ്പോൾ എന്താണ് മാധ്യമങ്ങൾ, എത്ര മാധ്യമങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ ഏതൊക്കെ മാധ്യമങ്ങളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കാണുക. അത് കാണുമ്പോൾ മനസ്സിലാവും ഏതൊക്കെയാണ് മാധ്യമങ്ങൾ, വ്യത്യസ്തങ്ങളായ മാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ സ്വഭാവങ്ങൾ, ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തതകളും അതിൻ്റെ മികവുകളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായിരിക്കണം നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠം. അതിനുശേഷമേ നമ്മൾ അതിൻ്റെ പ്രാക്ടീസിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് മൂന്നാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള കാര്യം. ഈ 3 കാര്യങ്ങൾ ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചിത്രകലയിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട മാർഗങ്ങൾ, പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങൾ. ഈ പറയുന്നത് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിട്ടായിരിക്കും പലരും ചിന്തിക്കുക, പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് നമുക്ക് വളരെ വലിയ റിസൾട്ട് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു, എല്ലാവർക്കും മനസ്സിലായെന്നും കരുതുന്നു. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇനി അടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിലൂടെ എഴുതി ചോദിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ഒന്ന് ഓണാക്കി വെക്കുക. നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ചിത്രകല പ്രൊഫഷണലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രൈവറ്റായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. വാട്സപ്പ് വഴിയും ടെലഗ്രാം വഴിയും സൂം പോലെയുള്ള വീഡിയോ ആപ്ലിക്കേഷൻസ് വഴിയുമൊക്കെ ചിത്രകലയിലും മറ്റ് ശില്പകല ഉൾപ്പെടെയുള്ള മറ്റ് കലകളിലും ക്ലാസ് നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.